ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നേ. ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ കാണാമേ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാൻ ഇഷ്ടമുള്ളൊരു കാര്യം എൻ്റെ ഹെയറിന് ഞാൻ എന്തൊക്കെ കെയറിങ് ആണ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേ. ആദ്യം തന്നെ പറയാം, ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ നമ്മളിത് കണ്ടിന്യൂസ്ലി നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാകും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ചെമ്പരത്തിയുടെ ഇലകൾ തന്നെയാണ്. അപ്പോൾ ചെമ്പരത്തിയുടെ ഇല, പൂവ്, മൊട്ട്, ഇത്രയും നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു സാധനമാണ്. എന്തായാലും നമുക്കത് ആവശ്യമാണ് താളി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർ വാഴയാണ്. അത് നമ്മുടെ വീട്ടിൽ ആവശ്യം പോലെ ഉണ്ട്. അപ്പം എൻ്റെ ഹെയറിന് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഒരു പീസ് കറ്റാർ വാഴയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തും വോളിയും അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും അലോവേര എടുത്താൽ മതി. മാർക്കറ്റിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും. പക്ഷേ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ജെല്ലുണ്ട്, അതാണ് നമുക്ക് ആവശ്യമുള്ളൊരു സംഗതിയെ. പിന്നീട് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പൂവാണ്. തെറ്റിപ്പൂവ് പല വെറൈറ്റി ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അത് നമുക്ക് യൂസ് ചെയ്യാമേ. പിന്നെ പേരയുടെ ഇലയാണ് ഞാൻ എടുത്തത്. അതിൻ്റെ തളിരിലയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അല്ലാത്ത നോർമലുള്ള ഇലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലേ. എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചാണ് ഞാൻ എനിക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള മാസ്ക് റെഡിയാക്കുന്നത്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വേറെ പല ഐറ്റംസും ആഡ് ചെയ്യാം. അതായത് കറിവേപ്പില, തുമ്പ, മുക്കൂറ്റി, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിതൊക്കെ ആഡ് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇന്ന് എനിക്കത് കിട്ടിയില്ല. മഴയായതുകൊണ്ട് തന്നെ എനിക്കൊന്നും പോയി എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കാണിക്കാഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പനിക്കൂർക്കയാണ്, അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ തുളസിയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു മാസ്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് തലയിൽ നല്ല തണുപ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈഗ്രെയിനോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അധികം സമയം ഈ മാസ്ക് ഒന്നും വെക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഹെയറിന് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. യാതൊരു തരത്തിലുള്ള കെമിക്കലോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള യാതൊരു ട്രീറ്റ്മെൻറ്റും ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുവരെ പാർലറിൽ പോയി എൻ്റെ ഹെയറിൽ ഞാൻ യാതൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. ഞാൻ ആദ്യം പറയാൻ വേണ്ടി മറന്നുപോയായിരുന്നു, നമ്മൾ ഹെയറിൽ എന്ത് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ ആ ഓയിൽ നിങ്ങൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഞാൻ എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമേ, എന്നിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഉലുവായും നമ്മുടെ ഹെയറിന് ബെസ്റ്റാണ്. തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് അരച്ച് തലയിൽ തേക്കാം. പക്ഷേ എനിക്ക് അലർജിയുടെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും സമയം വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഉലുവ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, അതിൻ്റെ നീരും നമുക്ക് തലയിൽ തേക്കാമേ. പറിച്ചു വെച്ച നമ്മുടെ ഇലകളെല്ലാം നന്നായിട്ട് അരച്ചിട്ട് തലയിലെല്ലാം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെക്കണം. പിന്നീട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ ഉണങ്ങാനും നമ്മൾ അനുവദിക്കണേ. അതിനു മുമ്പ് നമ്മൾ കെട്ടിവെക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമേ. ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറുന്ന കാണാനായിട്ട് പറ്റും. കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്